ഈ സാധാരണക്കാരിയായ മറിയയെ അസാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി മാറ്റിയ ഒന്നാമത്തെ സംഭവം, അതുപോലൊരു ദിവസം അവൾ വീട്ടിലിരിക്കുമ്പോൾ അവളുടെ വീട്ടിൽ ഒരു ദൂതൻ ഇറങ്ങി വന്നു. ദൂതനുമായുള്ള കൂടിക്കാഴ്ച, ആ ദൂതനുമായുള്ള എൻകൗണ്ടർ സാധാരണക്കാരിയായി നസറത്ത് ഗ്രാമത്തിൽ ഒതുങ്ങുണ്ടവളെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാക്കി ദൈവം മാറ്റി. വചനം പറയുന്നു, ലോകം അവളെ ഭാഗ്യവതി എന്ന് വിളിച്ചു. നമ്മൾ മറിയെ ആരാധിക്കുന്നവരല്ല, നമ്മൾ മറിയെ ആദരിക്കുന്നവള. ആരാധനയ്ക്ക് യോഗ്യൻ ഒരാളെ ഉള്ളു, ഒരു മനുഷ്യനെ ആരാധിക്കരുത്. തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ഇതാ സത്യം. കാരണം നിങ്ങൾ പറയുന്ന മധ്യസ്ഥന്മാരെന്ന് പറയുന്നവരെല്ലാം മനുഷ്യരാണ്. അവരെല്ലാം മരണം കൊണ്ട് തീരും. മരണം കൊണ്ട് മാറാത്ത ഒരു മധ്യസ്ഥനെ ഉള്ള അത് യേശുവാണ്. അപ്പം മതം നിന്നെ പഠിപ്പിച്ചു, നിനക്ക് കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, അതുകൊണ്ട് നിനക്ക് ആര് വേണം? മധ്യസ്ഥൻ. അപ്പൊ തിരിച്ചു മറുപടി പറയണം, യേശുവിന്റെ ചങ്കിലെ രക്തം എന്നെ കഴുകി ശുദ്ധീകരിച്ച് ഏത് സമയത്തും അവനെ അപ്പാ പിതാവെന്ന് വിളിക്കാനുള്ള ധൈര്യം തന്നത് കൊണ്ട് എന്റെ കാര്യം എനിക്ക് തന്നെ നേരിട്ട് പറയാം. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. അവിടെ എഴുതി, അറിഞ്ഞുകൊണ്ട് എഴുതി, മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. മനുഷ്യനായ എന്ന് വെച്ചാൽ നിന്റെ പാകപ്പിഴകളും നിന്റെ ബലഹീനതകളും നിന്റെ വീഴ്ചകളും നിന്റെ താഴ്ചകളും ആ ശരീരത്തിൽ അനുഭവിച്ച മനുഷ്യനായിരുന്ന യേശുവാണ് നിന്റെ മധ്യസ്ഥൻ. ഇന്നയിടത്തെ ഇന്നയാൾ, വിശുദ്ധൻ, പുണ്യവാളൻ, പുണ്യവാളത്തി, അങ്ങനെ വല്ലതും ഉണ്ടോ? അവിടെ ഒറ്റ ഒരാളേ ഉള്ളൂ മധ്യസ്ഥൻ. അങ്ങനെ ഏതെങ്കിലും അറിവ് നിന്റെ മനസ്സിനകത്തുണ്ട്, ഇന്ന് അതിനെ മൊത്തം വേരോടെ പറിച്ചു കളഞ്ഞിട്ട് ഇന്ന് വീട്ടിൽ ചെന്ന് നല്ലൊരു പാ മേടിച്ച് മുട്ടുമടക്കി യേശുവേ എന്നങ്ങ് വിളിച്ചോണം. നിന്റെ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരം തരും. അപ്പനാ. ഒരാളുടെയും വക്കാലത്ത് നിനക്ക് വേണ്ട. ഇനിയും പ്രാർത്ഥനയുടെ ഗ്രാമർ അറിയത്തില്ലെങ്കിലും ഉള്ളം നുറുങ്ങി കരയാൻ അറിയാമോ? ബൈബിൾ പറയുന്നു, എളിയവന്റെ ഞെരുക്കം നിമിത്തം അവൻ എഴുന്നേൽക്കുമെന്ന്. ഇന്ന് പകൽ നിനക്ക് ദീർഘമായി പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കാം, പ്രാസം അറിയത്തില്ലായിരിക്കാം, ഗ്രാമർ അറിയത്തില്ലായിരിക്കാം. നീ ഉള്ളം കലങ്ങി ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് കരയുമ്പോൾ നിന്റെ നിലവിളി ചെവി തുറന്ന് കേൾക്കുന്ന ഒരുവൻ. ലൂക്കോസ് 1:42-43 വചനം പറയുന്നത്, അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു. മറിയയുടെ ലൈഫിനെ മാറ്റിയ ആ ഇൻസിഡന്റ്. ഇതുപോലൊരു ദിവസം അവൾ വീട്ടിലിരിക്കുമ്പോഴോ ഒരു ദൂതൻ അവളുടെ അടുക്കൽ വന്നു. ബൈബിളിൽ ഞാൻ വായിച്ചപ്പോ ഇതുപോലത്തെ കൂടിക്കാഴ്ചകൾ ചിലരുടെ ലൈഫിൽ ഉണ്ടാകും. ഇല്ലാത്തൊരു കാര്യം ബൈബിൾ എഴുതത്തില്ല. ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്കും അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്.